വെഞ്ഞാറമൂട് മേൽപ്പാല നിർമ്മാണത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് കണ്ടുനോക്കാം. വെഞ്ഞാറമൂട് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് കാന നിർമ്മാണത്തിന്റെ പണികളാണ്. നിലവിൽ ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തായി മുൻപ് KSRTC ബസ്സുകൾ ഇറങ്ങിവന്നിരുന്ന ഭാഗത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. സഫാരി ഹോട്ടലിന്റെ മുൻഭാഗം വരെയാണ് കാന നിർമ്മാണത്തിനായി കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനായി കുഴികൾ എടുക്കുന്നതിനൊപ്പം തന്നെ കോൺക്രീറ്റും ഒരു വശത്തുനിന്നും ആരംഭിച്ചു നടക്കുന്നുണ്ട്. മുൻപ് KSRTC ബസ്സുകൾ കയറിപ്പോകുന്ന ഭാഗത്തുനിന്നും ആരംഭിച്ച കാന നിർമ്മാണം സഫാരി ഹോട്ടലിന്റെ മുൻഭാഗത്ത് അവസാനിപ്പിക്കുന്നതോടെ അടുത്ത ഘട്ടത്തിലെ കാന നിർമ്മാണം സ്കൂളിന്റെ മുൻഭാഗത്തുനിന്നും ആരംഭിക്കും. ഉയർന്ന നിലവാരത്തിലുള്ള ഓടകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷ്കർഷിച്ച തോതിലുള്ള മിശ്രിതങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ കോൺക്രീറ്റിംഗ് നടക്കുന്നത്. അതേസമയം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ ഭരണരാഷ്ട്രീയ തീരുമാനങ്ങൾ വരുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു നീങ്ങുവാനാണ് ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തീരുമാനം. മേൽപ്പാലത്തിന്റെ പ്രധാന നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ സർവീസ് റോഡുകളുടെ സ്ഥലമെടുപ്പും തുടർന്ന് നിർമ്മാണവും ഇലക്ട്രിക് ലൈനുകളുടെ മാറ്റവും നടക്കേണ്ടതുണ്ട്. ഇവ പൂർത്തിയായാൽ മാത്രമേ യഥാർത്ഥത്തിൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിലവിൽ സർവീസ് റോഡുകളുടെ സ്ഥലമേറ്റെടുപ്പിനെക്കുറിച്ചോ നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചോ ഇലക്ട്രിക് ലൈനുകൾ മാറ്റുന്നതിനെക്കുറിച്ചോ ഒരു നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇവ എന്ന് ആരംഭിക്കുമെന്നതിനെക്കുറിച്ചും യാതൊരു വ്യക്തതയുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു നീങ്ങുക മാത്രമേ ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുന്നിലുള്ളൂ. സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നടക്കുന്നതോടെ കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും മന്ദീഭവിക്കുകയും ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടിയും വരും. അത്തരമൊരു ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നിലവിൽ യാതൊരു ആലോചനയും ഉയർന്നു വന്നിട്ടില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ ഓണത്തിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു ചിന്ത ഉയരുക എന്നുമാണ് അറിയുന്നത്. പുതിയ സർക്കാരും ഉദ്യോഗസ്ഥവൃന്ദവും മേൽപ്പാലത്തിന്റെ തുടർന്നുള്ള നടപടികളിൽ ഏതുവിധത്തിലായിരിക്കും ഇടപെടലുകൾ നടത്തുക എന്നതും കൗതുകകരമാണ്. നിലവിൽ 50ഓളം തൊഴിലാളികളാണ് മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജോലിക്കാരെ എത്തിക്കേണ്ട ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നത്. മുൻപേ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യങ്ങൾക്കൊപ്പം മുന്നോട്ടു നീങ്ങുക മാത്രമേ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുന്നിൽ ഏക പോംവഴിയായി അവശേഷിക്കുന്നുള്ളൂ.